ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പഴയങ്ങാടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, കുറച്ച് ഫാൻസി ഐറ്റംസും പിന്നെ ഒരു രജിസ്റ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി സെറ്റാക്കി. പിന്നെ ആൻറ്റിയുടെ പീടിക ഇവിടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അവരൊക്കെ പൂ പറിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൂരം തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ പൂരത്തിന് അത്യാവശ്യമായിട്ടുള്ള പൂവാണ്. പൂവ് ചെമ്പകപ്പൂവും കടലാസ് പൂവൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലത് തീരെ കിട്ടാനില്ല, കുറവാണ്. അപ്പോൾ അവർ ഒരു കൊമ്പടക്കം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യാദൃശ്ചികമായി നമ്മളിത് ഒരു ആനക്കുട്ടനെയും കണ്ടു കേട്ടോ. വണ്ടിയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ സംഭവം കണ്ടു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ വൈകിട്ട് രാത്രി ആയപ്പോൾ ഇതാണ് കലാപരിപാടി. മാമൻ മേടിച്ച വെടി മൊത്തം തീരും, അങ്ങനത്തെ അവസ്ഥയാണ്. ഇവൻ ഒരു 2-3 ആഴ്ച വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ മാമൻ്റെ പിന്നെ ഒരു പടക്കും ബാക്കി ഉണ്ടാവില്ല. ഓർഡർ ചെയ്തെല്ലാം തീർത്ത് വെക്കും. രാത്രിയാകുമ്പോൾ ആഘോഷമാണ് വീട്ടിൽ. കുറച്ച് വെടിയൊക്കെ തീർത്താലേ അവന് സമാധാനമുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയിൽ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നാളെ മുതലാണ് നമ്മളെ കാമന ഉണ്ടാക്കേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് അമ്മമ്മ ഇതേ പൂക്കളൊക്കെ ഭാഗം വെച്ചിട്ടുണ്ട്. അമ്മമ്മക്ക് പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്താ വെച്ചാൽ പൂക്കൾ കുറവായതുകൊണ്ട് വിച്ചുവിന് പൂക്കളൊന്നും കൊടുക്കലേ ഇല്ല. ഇത്ര പറഞ്ഞു നീ കുറച്ചായിട്ട് പിശുക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ കളൊക്കെ തേച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാണകം കൊണ്ട് മെഴുകും നമ്മൾ, അങ്ങനെയാണ് ശരിക്കും ഇടേണ്ടത്. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒന്നും കൂടി അടിച്ച് തെളിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മുതലാണ് കാമന, അതായത് ആ ചാണകത്തിനെ കൊണ്ട് ഒരു രൂപമാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നത് ഇന്ന് മുതലാണ്. അപ്പോൾ പുറത്ത് നല്ലൊരു ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാറിയിട്ട് നിലക്ക് ഇങ്ങനെ ഒന്ന് ഇതായതുപോലെ കണ്ടു. നല്ല മഴ പെയ്തിനെങ്കിൽ ഈ ചൂടിനൊരാശ്വാസം കിട്ടുള്ളൂ. കാരണം അത്രയും ചൂടാണ്, ഉരുകി വെന്ത് പോവുകയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയും ചൂടാണ്. അപ്പോൾ നല്ലൊരു മഴ പെയ്തെങ്കിൽ ഒരാശ്വാസം കിട്ടട്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ കൊന്ന ഞാൻ 2-3 വ്ളോഗിൽ 2-3 അല്ല 2 കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പൂക്കൾ പിടിച്ചിട്ട്. പക്ഷേ വിഷു ആകുമ്പോഴത്തേക്ക് ഇതേ പൂവൊക്കെ പോയി. ഇപ്പം വേറെ എവിടെന്നെങ്കിലും പറിക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ കുഞ്ഞിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റപ്പോൾ അവനെ വിളിച്ചില്ല, നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഇന്ന് ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് 3 കാമനാണ് ഇന്ന് ആക്കേണ്ടത്. അപ്പോൾ ആ 3 കാമനുള്ള കുടയാണിത്. 3, 5, 7, 9 അങ്ങനെയാണ് വരിക. ലാസ്റ്റ് ദിവസം അച്ചിക്കാമനും 2 മക്കളും അങ്ങനെ. അപ്പോൾ ഇത് വിച്ച് കാമന ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളാണ് കേട്ടോ നമ്മളെ പൂരക്കുഞ്ഞി. വലിയ പെണ്ണായി എന്നാലും ഇവളാണ് നമ്മളെ പൂരക്കുഞ്ഞി. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഇവൾ തന്നെയാണ് ഇടാറ്. കൊല്ലത്തിലിപ്പം ആക്കിയിട്ട് അമ്മമ്മക്ക് തീരെ വയ്യ, അപ്പം അതിനൊക്കെ പകരമായിട്ട് ഇവൾ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അവൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് റെഡി ആയിട്ട് എടുത്ത് വെക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇതേ വിച്ചുവിൻ്റെ അസിസ്റ്റൻറ്റ്, വിച്ചുവിന് കൂട്ടായിട്ട് ഇതേ കുഞ്ഞനാണുള്ളത്. അപ്പോൾ പ്ലാവിൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കാമന വെക്കുക. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ പിന്നെ ഇടുന്നതൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൾ പെട്ടെന്ന് കുളിച്ച് വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബിസിയിലായിപ്പോയി. അപ്പം പ്ലാവിൻ്റെ ഇല വെച്ച് അതിൻ്റെ മുകളിൽ കാമന വെച്ച് പിന്നെ പൂ കുത്തി കൊടുത്ത് പൂവൊക്കെ ചുറ്റുമിട്ട് അതിന് ശേഷം വെള്ളവും കൊടുക്കും കാമന, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കിണറിൻ്റെ അടുത്താണ് ഇടുക. ഇതുപോലെ കിണറിൻ്റെ അടുത്ത് പലക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പൂക്കളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കും. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെയാണ് ഇടുക. പിന്നെയാണ് അപ്പുറത്തേക്ക്, അതായത് പിന്നെ എത്രാമത്തെ ദിവസം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ 5 ദിവസം 3 ദിവസം ഇടേണ്ടതെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത്രയും ദിവസം ഇവിടെ ഇട്ടതിന് ശേഷമാണ് മുറ്റത്ത് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇത് അമ്മമ്മ ഒരു സ്പെഷ്യൽ ഓലക്കൊടിയൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മളെ മാളികപ്പുറം പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനൊരു തോക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവളുടെ വീട്ടിലേക്ക് ഇവളുടെ പ്രസാദത്തിലിടാനായിട്ട് അപ്പം ചുടാനുണ്ട്. അപ്പോൾ അപ്പം ചുടുന്ന തിരക്കാണ്. അമ്മയും ഏച്ചിയും അമ്മമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് 4 ജനറേഷനാണ് കേട്ടോ. അനുമോള്, ഏച്ചി, അമ്മ, അമ്മമ്മ, ഇവർ മക്കളും അങ്ങനെ 4 ജനറേഷനായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അമ്മ എന്നോട് ഈ വെള്ളയപ്പാണ് പിടിക്കുക, ചുവപ്പ് കളറാകുമ്പോഴേ ഇതെടുത്ത് പിടിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 തകൃതിയായിട്ട് ഞാനുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇവരുടെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഫുൾ ആൾക്കാരാണ്. എപ്പോൾ എന്ത് പരിപാടിക്കായാലും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ താഴത്തേക്ക് വരുന്ന കുറച്ച് ചെറിയവരല്ലേ. അപ്പോൾ വലിയവരുണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഇടപെടണം. പക്ഷേ ഇപ്രാവശ്യം ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്നിട്ട് പോയതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാര്യപ്പത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നമ്മളുടെ സ്പെഷ്യൽ അപ്പമാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് എത്ര കഴിച്ചാലും മതിയാവാത്ത അപ്പമാണ് നമ്മുടെ അപ്പം.
അപ്പോൾ അപ്പൊക്കെ ചുട്ടി തിരിഞ്ഞ് അനുമോളുടെ അടുത്തേക്ക് പോകണം. അമ്മയും വിച്ചും കൂടെ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.